നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഔദ്യോഗിക വിശദീകരണവുമായി സേന. 9 പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്. 100-ലേറെ കൊടും ഭീകരർ കൊല്ലപ്പെട്ടു. ഇന്ത്യ ലക്ഷ്യമിട്ടത് ഭീകരവാദികളെ മാത്രം. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തതിന്റെ തെളിവുകൾ പുറത്തുവിട്ടു. പാക് പോർവിമാനങ്ങൾ തകർത്തെന്നും 40ഓളം പാക് സൈനികർ കൊല്ലപ്പെട്ടെന്നും DGMO. ഇന്ത്യ പാക് വെടിനിർത്തലിലേക്ക് നയിച്ച സാഹചര്യം വിശദീകരിച്ച് DGMO. വെടിനിർത്തലിനായി അഭ്യർത്ഥിച്ചത് പാക് DGMO. ധാരണ ലംഘിച്ച പാകിസ്ഥാന് ഉചിതമായ മറുപടി നൽകി. ഇനി ആക്രമണത്തിന് മുതിർന്നാൽ ശക്തമായ തിരിച്ചടി. പാക് ആക്രമണത്തിൽ 5 സൈനികർ വീരമൃത്യു വരിച്ചു. ഇന്ത്യയുടെ എല്ലാ പൈലറ്റുമാരും ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയെന്നും വിശദീകരണം. വെടിനിർത്തിയാലും പാക് ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിച്ചാൽ ഇരട്ടി തിരിച്ചടി. US വൈസ് പ്രസിഡന്റിനെ നിലപാട് അറിയിച്ചത് ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് മുൻപ്. ഭീകരർ എവിടെ ഒളിച്ചാലും പിന്തുടർന്ന് വേട്ടയാടുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ സേനയുടെ ഗർജനം റാവൽപിണ്ടിയിൽ വരെ എത്തിയെന്നും രാജ്നാഥ് സിംഗ്. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനോട് വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിൽ ഇന്ത്യ. പാക് പൗരന്മാരുടെ വിസ നിയന്ത്രണം തുടരും. വ്യാപാര ബന്ധം ഉടൻ പുനഃസ്ഥാപിക്കില്ല. പാക് ഭീകരതയുടെ തെളിവുകൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് കൈമാറും. അതിർത്തി ശാന്തമായതോടെ ജനജീവിതം സാധാരണ നിലയിലേക്ക്. ആശങ്കയൊഴിയാതെ ക്യാമ്പുകളിൽ കഴിയുന്നവർ. ജയ്സാൽമറിൽ ഇന്നും ബ്ലാക്ക് ഔട്ട്. ഇന്ത്യ പാക് സംഘർഷ സാഹചര്യം ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. പ്രധാനമന്ത്രിക്ക് കത്തയച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും. വെടിനിർത്തൽ ധാരണയിലെ അമേരിക്കൻ ഇടപെടലിനെ ചോദ്യം ചെയ്യുന്ന കോൺഗ്രസ് നിലപാടിനോട് വിയോജിച്ച് ഡോക്ടർ ശശി തരൂർ MP. കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നയിക്കുമെന്ന് KPCCയുടെ പുതിയ അധ്യക്ഷനായി ചുമതലയേൽക്കുന്ന സണ്ണി ജോസഫ് MLA. പാർട്ടിയിലെ ഐക്യം പ്രധാന ദൗത്യം. ചുമതലയേറ്റെടുക്കുന്നതിന് മുന്നോടിയായി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന. K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലും സന്ദർശനം. സണ്ണി ജോസഫിന് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് ആന്റോ ആന്റണി MP. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണം തിരിച്ചുകിട്ടി. പോലീസ് നടത്തിയ പരിശോധനയിൽ സ്വർണം കണ്ടെത്തിയത് ക്ഷേത്രത്തിലെ മണൽപ്പരപ്പിൽ. നഷ്ടമായ മുഴുവൻ സ്വർണവും തിരികെ കിട്ടിയെന്ന് DCP നകുൽ രാജേന്ദ്ര ദേശ്മുഖ്. മോഷണശ്രമമാണോ എന്ന് പരിശോധിക്കും. മലപ്പുറത്തെ നിപ ബാധിതയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. സമ്പർക്ക പട്ടികയിലുള്ള 11 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. ഇതുവരെ നെഗറ്റീവായത് 42 പേരുടെ പരിശോധനാ ഫലം. ആലപ്പുഴയിൽ പേവിഷബാധയേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കുട്ടിക്ക് കടിയേറ്റത് തെരുവുനായയിൽ നിന്നാണെന്ന് കുടുംബം. വളർത്തുനായ കുട്ടിയെ ആക്രമിച്ചിട്ടില്ലെന്നും കുടുംബം. പേവിഷബാധയേറ്റ് തകഴി സ്വദേശി സൂരജ് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച. സിനിമയുടെ നഷ്ടക്കണക്ക് പുറത്തുവിടുന്നതിൽ വിശദീകരണവുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഭൂരിഭാഗം ചിത്രങ്ങൾക്കും തിയേറ്റർ വരുമാനമാണ് ലഭിക്കുന്നത്. താരങ്ങളുടെ പ്രതിഫലം പോലും തിയേറ്റർ ഗ്രോസ് കളക്ഷനായി നിർമ്മാതാവിന് ലഭിക്കുന്നില്ലെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. മലയാള സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം പിടിച്ചുകെട്ടാൻ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും രംഗത്ത്. NCBയുടെ നേതൃത്വത്തിൽ സിനിമാ സംഘടനകളുടെ യോഗം ചേർന്നു. ലഹരിക്കെതിരായ നടപടിയിൽ NCBക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് സിനിമാ സംഘടനകൾ. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതി അസമിൽ പിടിയിൽ. പിടിയിലായത് 15-കാരിയെ തട്ടിക്കൊണ്ടുപോയി 25,000 രൂപയ്ക്ക് വിറ്റ കേസിലെ പ്രതി അസം സ്വദേശി നസീദുൽ ഷെയ്ഖ്. നല്ലളം പോലീസ് പ്രതിയെ പിടികൂടിയത് അസമിൽ നിന്ന്. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിയെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിമർശിച്ച മണ്ഡലം കമ്മിറ്റി അംഗത്തിന് സസ്പെൻഷൻ. KP പ്രശാന്തിനെയാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ജില്ലാ പ്രസിഡന്റിന് SDPI ബന്ധമുണ്ടെന്ന് ആയിരുന്നു വിമർശനം. തൃശൂർ അരനാട്ടുകരയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 5 കിലോ കഞ്ചാവ് പിടികൂടി. ഒറീസ സ്വദേശി രാജേഷ് പിടിയിൽ. പിടിച്ചെടുത്തത് ഒഡീഷയിൽ നിന്ന് ട്രെയിൻ മാർഗം കൊണ്ടുവന്ന കഞ്ചാവ്. നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന് എറണാകുളം ചേന്ദമംഗലത്തെ കൂട്ടക്കൊല കേസ് പ്രതി ഋതു ജയൻ ആക്രമിച്ച ജിതിൻ. ഒരു പ്രകോപനവുമില്ലാതെയാണ് ഋതു ജയൻ വീട്ടിൽ കയറി ആക്രമിച്ചത്. പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും ജിതിൻ. അമ്മയെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പ്രതി തന്നെ വലിച്ചു മാറ്റിയെന്ന് ജിതിന്റെ മകൾ ആരാധ്യ.
ഇടുക്കി കൊമ്പുടിഞ്ഞാലിൽ 4 പേരെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പ്രാഥമിക വിലയിരുത്തൽ. വീടിന് തീപിടിക്കാൻ കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് പോലീസിന്റെ നിഗമനം. സ്ഥലത്ത് പരിശോധന നടത്തി ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും. കൊമ്പുടിഞ്ഞാൽ സ്വദേശി ശുഭയുടെ അമ്മ പൊന്നമ്മ, മക്കളായ അഭിനവ്, അഭിനന്ദ് എന്നിവരാണ് മരിച്ചത്. കോൺഗ്രസിലെ മാറ്റം ഏതെങ്കിലും തരത്തിൽ കേരള രാഷ്ട്രീയത്തെ ബാധിക്കുന്ന ഘടകമല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. 3ാം തവണയും LDF അധികാരത്തിൽ വരും. വർഗീയ ശക്തികളുടെ പിന്തുണയോടെ അധികാരത്തിൽ വരാനാണ് UDFന്റെ ശ്രമമെന്നും TP രാമകൃഷ്ണൻ. കോഴിക്കോട് കാറും ട്രാവലർ വാനും കൂട്ടിയിടിച്ച് കാർ യാത്രികർക്ക് ദാരുണാന്ത്യം. ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപത്താണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. മലങ്കര സഭയുടെ പള്ളികളിൽ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥന. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് യുദ്ധം പരിഹാരമല്ലെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ. പരസ്പര ധാരണയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും കാതോലിക്ക ബാവ. വയനാട് കൂളിവയലിൽ മദ്യലഹരിയിൽ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥനോടിച്ച കാറിടിച്ച് അപകടം. കണിയാമ്പറ്റ സ്വദേശി മനീഷാണ് വാഹനം ഓടിച്ചത്. 2 വാഹനങ്ങളിൽ കാറിടിച്ചു. മനീഷിനെ പനമരം പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റ് MG കണ്ണൻ അന്തരിച്ചു. പക്ഷാഘാതത്തെ തുടർന്ന് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു. സംസ്കാരം നാളെ വൈകിട്ട് 5-ന് ചെന്തീർക്കര മാത്തൂരിലുള്ള വീട്ടുവളപ്പിൽ. എറണാകുളം തോപ്പുംപടിയിൽ വള്ളം കത്തിച്ച് ക്രൂരത. ബീച്ച് റോഡിൽ മത്സ്യത്തൊഴിലാളിയുടെ വള്ളം കത്തിച്ചു. വലയും മത്സ്യബന്ധന ഉപകരണങ്ങളും കത്തിനശിച്ചു. ദൃശ്യങ്ങൾ 24-ന്. SOG രഹസ്യം ചോർത്തിയതിന് സസ്പെൻഡ് ചെയ്ത 2 IRB കമാൻഡോസിനെ തിരിച്ചെടുത്തു. മാവോ ഭീകര ഓപ്പറേഷൻ നടത്തുന്ന SOGയുടെ രഹസ്യങ്ങൾ ചോർത്തിയതിന് നടപടി നേരിട്ടവരെയാണ് തിരികെ എടുത്തത്. ഹവിൽദാർമാരായ മുഹമ്മദ് ഇല്യാസിനെയും പയസ് അബ്ബാസിനെയും തിരിച്ചെടുത്തത് IRB കമാൻഡന്റ് നദീമുദ്ദീൻ ഉത്തരവിലൂടെ. 24 എക്സ്ക്ലൂസീവ്. പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന ആക്ഷേപം. ജഡം കണ്ടെത്തിയതിന് പിന്നാലെയുള്ള നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചെന്ന് പരാതി. സ്വകാര്യ തോട്ടത്തിലെ സൗരോർജ്ജ വേലിയിൽ നിന്ന് ആനയ്ക്ക് ഷോക്കേറ്റു എന്ന് നിഗമനം. ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച മലയാളി യുവാവിന്റെ വീട്ടിൽ മഹാരാഷ്ട്ര ATSന്റെ പരിശോധന. സ്വതന്ത്ര മാധ്യമപ്രവർത്തകനായ റിജാസ് എം ഷീബയുടെ കൊച്ചി കീർത്തിനഗറിലെ വീട്ടിലാണ് പരിശോധന. IB ഉദ്യോഗസ്ഥരും സംഘത്തിൽ. കേരളത്തിലെ പ്രധാന വാർത്തകൾ. എറണാകുളം കറുകുറ്റിയിൽ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ KSRTC ബസ്സിടിച്ച് ഒരാൾ മരിച്ചു. മാമ്പ്ര സ്വദേശി വർഗീസാണ് മരിച്ചത്. അപകടം ദേശീയപാതയിൽ കറുകുറ്റി ജംഗ്ഷനിൽ. പ്രൊഫസർ MP മന്മഥൻ സ്മാരക മാധ്യമ പുരസ്കാരം 24-ന്. 24 സീനിയർ റിപ്പോർട്ടർ നിതിൻ അംബുജനാണ് പുരസ്കാരം. പുരസ്കാരത്തിന് അർഹമായത് അങ്കമാലിയിലെ പെൺകുട്ടികൾക്കായുള്ള അഡിക്ഷൻ സെന്റർ എന്ന റിപ്പോർട്ട്. മലപ്പുറം ചങ്ങരംകുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. പന്താവൂർ സ്വദേശികളായ 2 യുവാക്കൾക്ക് ഗുരുതര പരിക്ക്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കോഴിക്കോട് ബീച്ചിനു സമീപം മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചത് തടഞ്ഞയാളിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റത് ഫറോക്ക് സ്വദേശി മുഹമ്മദ് ഫർഹാന്. പ്രതി ഓടി രക്ഷപ്പെട്ടു. പാലക്കാട് മണ്ണാർക്കാട് നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയെന്ന പരാതി. മുനിസിപ്പാലിറ്റി കെട്ടിടത്തിന്റെ സമീപത്തു നിന്നാണ് ബൈക്ക് മോഷണം പോയത്. പോലീസ് അന്വേഷണം തുടങ്ങി. ക്ഷീരകർഷകർക്ക് കൈത്താങ്ങായി എറണാകുളം പറവൂർ ബ്ലോക്കിൽ മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് മൊബൈൽ വെറ്ററിനറി യൂണിറ്റിന്റെ പ്രവർത്തന സമയം. മാതൃദിനത്തോടനുബന്ധിച്ച് കിംസ് ഹെൽത്തും തിരുവനന്തപുരം ലുലു മാളും സംയുക്തമായി മോംസൂൺ എന്ന പേരിൽ ഗർഭിണികളുടെ ഫാഷൻ ഷോ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ലുലു മാളിൽ നടന്ന ഫാഷൻ ഷോയിൽ വിവിധ പ്രായത്തിലുള്ള 13 ഗർഭിണികൾ റാമ്പിലൂടെ ചുവടുവച്ചു. സെന്റർ ഫോർ എംപവർമെന്റ് ആൻഡ് എൻറിച്ച്മെന്റിന്റെ നേതൃത്വത്തിൽ കച്ചേരിപ്പടി മേഴ്സി ഹോമിൽ മാതൃദിനം സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി പുട്ട വിമലാദിത്യ ഉദ്ഘാടനം ചെയ്തു. സിഫി ചെയർമാൻ ഡോക്ടർ PA മേരി അനിത അധ്യക്ഷയായി.
കാക്കനാട് റോട്ടറി ക്ലബ് ടെക്നോപോളിസിന്റെയും ഏലൂർ NLF ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ 60ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 24 ബിസിനസ് എഡിറ്റർ ക്രിസ്റ്റിന ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ് ടെക്നോപോളിസ് കാക്കനാട് പ്രസിഡന്റ് ജെറി തോമസ് അധ്യക്ഷനായി. സൂര്യ സുബിൻ, ജേക്കബ് ഐബ്, NLF ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ലാല നെയ്ക്കെ, സെക്രട്ടറി നിജു ജോർജ് എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. വ്യാപാരികളും തൊഴിലാളികളും കോർപ്പറേഷൻ ഉപരോധിച്ചു. പാളയത്തെ മുഴുവൻ കടകളും അടച്ചിട്ട് തൊഴിലാളികളും വ്യാപാരികളും പണിമുടക്കി. പാലക്കാട് വൻ നിരോധിത പുകയില വേട്ട. പിടികൂടിയത് 93 ചാക്ക് നിരോധിത പുകയില. ആനമുള്ളിയിൽ പൂട്ടിക്കിടന്ന കെട്ടിടത്തിലായിരുന്നു പരിശോധന. ലഹരി സംഘം കൊലപ്പെടുത്തിയ കണ്ണൂർ ഇല്ലിക്കുന്നിലെ P. സമീറിന്റെ കുടുംബത്തിനായി ചുമട്ടുതൊഴിലാളി യൂണിയൻ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനിൽ നിന്ന് സമീറിന്റെ മക്കൾ താക്കോലും രേഖയും ഏറ്റുവാങ്ങി. ചുമട്ടുതൊഴിലാളി യൂണിയൻ തലശ്ശേരി ഏരിയ കമ്മിറ്റി വിലയ്ക്ക് വാങ്ങിയ 4 സെന്റ് ഭൂമിയിലാണ് വീട് നിർമ്മിച്ചത്. തിരുവനന്തപുരത്ത് കഞ്ചാവുമായി നാഷണൽ സ്കേറ്റിംഗ് ചാമ്പ്യൻ പിടിയിൽ. പഴകുറ്റി സ്വദേശി പ്രിൻസിനെയാണ് നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഞ്ചാവ് കണ്ടെത്തിയത് വീടിന് സമീപത്ത് നിന്ന്. എറണാകുളം ഉദയംപേരൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി സ്വർണ്ണമാലയും പണവും മോഷ്ടിച്ചയാൾ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ഉദയംപേരൂർ സ്വദേശി അജേഷ് പങ്കജാക്ഷൻ. CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. കോഴിക്കോട് നൊച്ചനാട് വിറകുപുരയിൽ അഴുകിയ നിലയിൽ മൃതദേഹം. നൊച്ചാട് സ്വദേശി രാജീവിന്റേതാണ് മൃതദേഹം. രാജീവിനെ 3 ദിവസമായി കാണാനില്ലായിരുന്നു. കൊട്ടാരക്കരയിൽ ഓട്ടോറിക്ഷയും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ഉമ്മന്നൂർ സ്വദേശി ബിനു ആണ് മരിച്ചത്. കരിക്കം SDA സ്കൂളിന് മുന്നിലായിരുന്നു അപകടം. ചെങ്ങന്നൂർ എണ്ണക്കാട് തറയിൽ കൊട്ടാരത്തിലെ നാലാം തലമുറയിലെ അംഗങ്ങളുടെ സംഗമം തിരുവനന്തപുരത്ത് നടന്നു. 2ാം തലമുറ അംഗം സീതാകുമാരി അമ്മയെ ചടങ്ങിൽ ആദരിച്ചു. 100-ലേറെ പേർ പങ്കെടുത്തു. കേരളത്തിലെ ആദ്യ നിയമസഭാ സ്പീക്കർ R. ശങ്കരനാരായണൻ തമ്പി എണ്ണക്കാട് കുടുംബാംഗമാണ്. പത്തനാപുരത്തെ വലിയ മഠം മുല്ലപ്പറമ്പിൽ റോഡ് നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സുനിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം പൂർത്തീകരിച്ചത് 15 ലക്ഷം രൂപ ചെലവിൽ. 100 ന്യൂസിലേക്ക് തിരികെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. കൊല്ലം ചെങ്ങമനാട് മാർ ഔഗേൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. ഇംഗ്ലീഷ്, കൊമേഴ്സ്, ഫിസിക്സ് വിഷയങ്ങളിലേക്കാണ് ഒഴിവ്. അഭിമുഖം ഈ മാസം 28-ന്. പത്തനംതിട്ട പുറമറ്റം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ GST അസിസ്റ്റന്റ്, മൊബൈൽ ഫോൺ ഹാർഡ്വെയർ റിപ്പയർ ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. കോഴ്സ് സൗജന്യമാണ്. പ്രായപരിധി 15 മുതൽ 23 വരെ. കോട്ടയം പുതുപ്പള്ളി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് പ്രവേശനം തുടരുന്നു. ജനന സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയുടെ കോപ്പികൾ സ്കൂളിൽ ഹാജരാക്കണം. കോട്ടയം ആർപ്പൂക്കരയിൽ പഞ്ചായത്ത് ആയുഷ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ മാസം 17. തൊടുപുഴ ഫാത്തിമ കണ്ണാശുപത്രിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുക. നാളെ മുതൽ 17 വരെ. തൃശൂർ ശാന്തിപുരം MARM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരുടെ ഒഴിവ് ഹിന്ദി, കൊമേഴ്സ്, അറബിക് എന്നീ വിഷയങ്ങളിൽ. മലപ്പുറം പാലപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ് ഇംഗ്ലീഷ്, മലയാളം, കെമിസ്ട്രി വിഷയങ്ങളിൽ. അഭിമുഖം ഈ മാസം 14-ന്. കണ്ണൂർ തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിൽ അധ്യാപക ഒഴിവ് ഇംഗ്ലീഷ്, ജേർണലിസം, മലയാളം തുടങ്ങിയ വിഷയങ്ങളിലേക്കും. അഭിമുഖം ഈ മാസം 16-ന്. ദേശീയ വാർത്ത. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ഓൺലൈൻ റമ്മി കളിച്ച് പണം നഷ്ടമായതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്തു. പൊന്നേരി സ്വദേശി മുരുകനാണ് മരിച്ചത്. 6 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത്. ചെന്നൈയിൽ വീടിന് തീപിടിച്ച് 2 മരണം. നടരാജൻ, ഭാര്യ തങ്കം എന്നിവരാണ് മരിച്ചത്. 2 പേരെ രക്ഷപ്പെടുത്തി. പ്രശസ്ത കൃഷി മത്സ്യഗവേഷണ ശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ സുബ്ബണ്ണ അയ്യപ്പനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് മാണ്ടിയിൽ കാവേരി നദിയിൽ. മെയ് 7 മുതൽ കാണാനില്ലായിരുന്നു. ട്രെയിനിൽ ബോംബ് വെച്ചു എന്ന് വ്യാജ ഭീഷണി മുഴക്കിയ UP സ്വദേശി പിടിയിൽ. ന്യൂഡൽഹി ബംഗളൂരു കർണാടക എക്സ്പ്രസിലെ യാത്രക്കാരനായ ദീപ് സിംഗ് റാത്തോഡാണ് പിടിയിലായത്.
രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്നത് തുടരുന്നു. നടപടി ജയ്സാൽമീർ ജില്ലാ ഭരണകൂടവും പോലീസ് സുരക്ഷാ സേനയും സംയുക്തമായി. ഇന്ത്യ പാക് സംഘർഷത്തിൽ US വെടിനിർത്തൽ പ്രഖ്യാപിച്ച രീതി പ്രശ്നത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. ഭീകരതയ്ക്കെതിരായ നടപടിയിൽ എന്നും പൂർണ്ണ പിന്തുണയെന്നും സച്ചിൻ പൈലറ്റ്. ഹൈദരാബാദിൽ കൊക്കൈനുമായി വനിതാ ഡോക്ടർ പിടിയിൽ. ഒമേഗ ആശുപത്രി CEO ഡോക്ടർ നമ്രത ചിഗുരുപതിയാണ് പിടിയിലായത്. ഓർഡർ നൽകിയത് വാട്സാപ്പ് വഴി. പിടികൂടിയത് ഏജന്റ് കൊക്കൈൻ കൈമാറുന്നതിനിടെ. തമിഴ്നാട് മുൻ മന്ത്രിയും AIADMK നേതാവുമായ MR വിജയഭാസ്കറിന് ഇൻകം ടാക്സ് നോട്ടീസ്. ബിനാമി കേസിൽ ചോദ്യം ചെയ്യൽ ഹാജരാകണമെന്ന നിർദ്ദേശം. 2016 ജയലളിത മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്നു വിജയഭാസ്കർ. BJP തമിഴ്നാട് അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ MLA ആയിട്ടുള്ള തിരുനെൽവേലി സീറ്റ് AIADMK ഏറ്റെടുക്കണമെന്ന് ജില്ലാ കമ്മിറ്റിയെ ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചു. BJPക്ക് ഇനിയും സീറ്റ് നൽകരുതെന്നും ആവശ്യം. രാജ്യാന്തര വാർത്തകൾ. ലോകത്തോടുള്ള ആദ്യ അഭിസംബോധനയിൽ യുദ്ധത്തിനെതിരെ നിലപാടെടുത്ത് ലിയോ 14 മാർപ്പാപ്പ. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയിൽ സന്തോഷം. ഗസയിലും വെടിനിർത്തണമെന്ന ആഹ്വാനം. യുക്രൈനിലെ കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുവെന്നും മാർപ്പാപ്പ. വെടിനിർത്തൽ ചർച്ചകൾക്കായി റഷ്യയുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി. റഷ്യ ഒടുവിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് പരിഗണിക്കാൻ തുടങ്ങിയത് ശുഭസൂചനയാണെന്നും സെലൻസ്കി. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികളടക്കം 23 പേർ കൊല്ലപ്പെട്ടു. 124 പേർക്ക് പരുക്ക്. സബ്രയിലും തുഫയിലും ഷെയ്ഖ് റദ്വയിലും റഫയിലുമാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. മാർച്ച് 2 മുതൽ ഇസ്രായേൽ ഗസയിൽ നടപ്പാക്കിയ ഉപരോധം മൂലം ഭക്ഷ്യവസ്തുക്കൾക്കും മാനുഷിക സഹായ സാമഗ്രികൾക്കും ഗസ ബുദ്ധിമുട്ടിൽ. ബംഗ്ലാദേശിൽ അവാമി ലീഗ് പാർട്ടി നിരോധിച്ച് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ. പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി നിരോധിച്ചത് രാജ്യത്തെ ഭീകരവാദ നിരോധന നിയമപ്രകാരം. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് ഇടപെട്ടെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷത്തിൽ നിന്ന് പിന്മാറിയതിൽ ഇരുരാഷ്ട്ര നേതാക്കളെയും ട്രംപ് അഭിനന്ദിച്ചു. ഇന്ത്യൻ തിരിച്ചടിയിൽ പാക് വ്യോമതാവളം തകർന്നെന്ന് പാക് മാധ്യമം ഡോൺ. റഹീം യാർ ഖാൻ വ്യോമതാവളം തകർന്ന ചിത്രങ്ങൾ സഹിതമാണ് റിപ്പോർട്ട്. തിരിച്ചടിക്ക് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചെന്നും പാകിസ്ഥാൻ. ഇന്ത്യ പാക് വെടിനിർത്തലിനായി പാക് സൈനിക മേധാവി അസിം മുനീർ അമേരിക്കയിലും ചൈനയിലും സൗദിയിലും നേരിട്ടെത്തി ഇടപെടൽ അഭ്യർത്ഥിച്ചതായി റിപ്പോർട്ടുകൾ. പാക് സൈനിക മേധാവി അനുനയത്തിനായി സമീപിച്ചത് ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ വ്യോമ സംവിധാനങ്ങൾ തകർന്നതിന് പിന്നാലെ. ഇന്ത്യയുമായി ഉണ്ടായ ധാരണ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പാക് വിദേശകാര്യ വക്താവ്. ബിസിനസ് ന്യൂസ്. ഇന്ത്യൻ വിപണിയിൽ പുറത്തിറക്കാനൊരുങ്ങി ഫോക്സ്വാഗൺ ഗോൾഫ്. പ്രീ ബുക്കിംഗ് ആരംഭിച്ച കമ്പനി. MG വിൻസർ EV Pro 24 മണിക്കൂറിനിടെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നേടി. 8000 ബുക്കിംഗുകളാണ് നേടിയത്. എക്സ് ഷോറൂം വില 17.5 ലക്ഷം രൂപ. ബുക്കിംഗ് വീണ്ടും ആരംഭിച്ച് ലെക്സസ് LM 350H കാർ. എക്സ് ഷോറൂം വില 2.1 കോടി രൂപ. വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ കാരണം ബുക്കിംഗുകൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ചൈനയിലെ കാർ വിൽപ്പനയിൽ വർധന. ഏപ്രിലിൽ ഉയർന്നത് 14.8%. സർക്കാർ സബ്സിഡി കാർ വിൽപ്പന ഉയരാൻ കാരണമായെന്ന് വിലയിരുത്തൽ. ഭക്ഷണ വിതരണ മേഖലയിൽ നേട്ടം കൈവരിച്ച് സ്വിഗ്ഗി. 4ാം പദത്തിൽ 2.9% വളർച്ച രേഖപ്പെടുത്തി. 4ാം പദത്തിൽ നേടിയത് 7,347 കോടി രൂപ. ഹണ്ടൈ എക്സ്റ്റർ SUVയുടെ പുതിയ വകഭേദങ്ങൾ പുറത്തിറക്കാനൊരുങ്ങി കമ്പനി. 2 പുതിയ വകഭേദങ്ങളാണ് കമ്പനി പുറത്തിറക്കുക. എക്സ് ഷോറൂം വില 7.68 ലക്ഷം രൂപയും 8.16 ലക്ഷം രൂപയും. ഇന്ത്യയിൽ പുറത്തിറക്കാനൊരുങ്ങി ഹോണ്ട എലിവേറ്റ് അപെക്സ് സമ്മർ എഡിഷൻ കാർ.
എക്സ്-ഷോറൂം വില 12.39 ലക്ഷം രൂപ. സീറ്റ് കുഷനുകൾ, പുതിയ ഡോട്ട് ട്രിം, ആംബിയന്റ് ലൈറ്റിംഗ്, 360 ഡിഗ്രി ക്യാമറ തുടങ്ങിയവയാണ് കാറിന്റെ പ്രധാന പ്രത്യേകതകൾ. ഇന്ത്യൻ വിപണിയിൽ പുറത്തിറക്കാനൊരുങ്ങി ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് എക്സ്ക്ലൂസീവ് എഡിഷൻ. എക്സ്-ഷോറൂം വില 32.58 ലക്ഷം രൂപ. ATM ഇടപാടിന്റെ ഫീസിൽ വർധന. 21 രൂപയിൽ നിന്ന് 23 രൂപയായി വർദ്ധിച്ചു. ATM ഇന്റർചേഞ്ച് ഫീസ് തീരുമാനിക്കാൻ ATM നെറ്റ്വർക്കുകളെ അനുവദിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുമായും പാകിസ്ഥാനുമായുള്ള വ്യാപാരം കൂട്ടുമെന്ന് ഡൊണാൾഡ് ട്രംപ്. രണ്ട് രാജ്യങ്ങളുമായും വ്യാപാരം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ പരാമർശം സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ. സ്പാനിഷ് ലീഗിൽ കിരീടത്തിനരികെ ബാഴ്സലോണ. എൻ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിനെ 4-3 തോൽപ്പിച്ചു. അടുത്ത മത്സരത്തിൽ ജയിച്ചാൽ ബാഴ്സ ചാമ്പ്യന്മാരാകും. വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് വെസ്റ്റ് ഇൻഡീസ് താരം ബ്രയാൻ ലാറ. ടെസ്റ്റ് ക്രിക്കറ്റിൽ താരത്തിന് ആവശ്യമുണ്ടെന്ന് മുൻ താരം. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയോടെ ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായേക്കുമെന്ന് സൂചന. ജസ്പ്രീത് ബുംറയെ പരിഗണിക്കില്ല. IPL പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പ്രഖ്യാപനം. കാണാം കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. ലൗലി എന്ന ചിത്രത്തിലെ പുതിയ ഗാനം പുറത്ത്. ചിത്രത്തിലെ നായിക ഈച്ചയാണ്. ചിത്രം ഈ മാസം 16 തിയേറ്ററുകളിലെത്തും. അടുത്തയാഴ്ച റിലീസാകുന്ന നജസ് എന്ന സിനിമയിലെ ആദ്യ വീഡിയോ ഗാനം പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. കന്നഡ ഭാഷയിലാണ് ഗാനം. ആട് 3യുടെ ഷൂട്ടിംഗ് ഈ മാസം 15 മുതൽ ആരംഭിക്കും. ചിത്രം ക്രിസ്മസിന് റിലീസാകുമെന്ന് മിഥുൻ മാനുവൽ തോമസ് വ്യക്തമാക്കി. ധ്യാൻ ചിത്രം അയ്യർ ഇൻ അറേബ്യ OTT-യിലേക്ക്. മുകേഷ്, ഉർവശി, ദുർഗാകൃഷ്ണ, ഡയാന ഹമീദ്, ഷൈൻ ടോം ചാക്കോ, മണിയൻ പിള്ള രാജു എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. മോഹൻലാൽ വീണ്ടും തമിഴിലേക്കെന്ന വിവരം. ശിവകാർത്തികേയൻ സിനിമയിലാണ് മോഹൻലാൽ എത്തുകയെന്നാണ് സൂചനകൾ. ഗുജറാത്ത് വിമാനത്താവളം പാകിസ്ഥാൻ ആക്രമിച്ചു എന്ന തരത്തിൽ ചിത്രം പ്രചരിക്കുന്നു. ദുബായിലെ ജബൽ അലി തുറമുഖത്ത് നടന്ന സ്ഫോടനത്തിന്റെ ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. പുതിയ KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് നാളെ ചുമതലയേൽക്കും. രാവിലെ 9:30 ഇന്ദിരാഭവനിലാണ് ചടങ്ങ്. AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സ്ഥാനമൊഴിയുന്ന KPCC അധ്യക്ഷൻ K സുധാകരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊച്ചി കലൂർ പാവക്കുളത്ത് പൗർണമി പൊങ്കാല നാളെ രാവിലെ 9 മണിക്ക് ദിവ്യജ്യോതി പകർന്നതോടെ പൗർണമി പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം നാളെ മുതൽ ഈ മാസം 14 വരെ പാലക്കാട് ടോപ്പി ടൗൺ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. എറണാകുളം ഏലൂർ നഗരസഭ സ്വന്തമായി നിർമ്മിച്ച ആദ്യ കളിസ്ഥലത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 5-ന് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. 2015 വരെ മാലിന്യങ്ങൾ തള്ളിയിരുന്ന സ്ഥലത്താണ് പുതിയ ടർഫ് കോർട്ട് ഒരുക്കിയിരിക്കുന്നത്. പെരിയാർ കടുവാ സംഗീതത്തിലെ പുരാതന കണ്ണകി ക്ഷേത്രമായ മംഗളാദേവിയിൽ ചിത്ര പൗർണമി ഉത്സവം നാളെ. ചൈത്രമാസത്തിലെ ചിത്രനാളിലെ പൗർണമി ദിനത്തിൽ മാത്രമാണ് ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്ക് പ്രവേശനമുണ്ടാവുക. സപ്ലൈകോ ജീവനക്കാർ നാളെ പ്രതിഷേധ ദിനം ആചരിക്കുന്നു. ജീവനക്കാരുടെ അടിയന്തര ആവശ്യങ്ങൾ മാനേജ്മെന്റ് അവഗണിക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധം. ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ കരാർ വ്യവസ്ഥയിൽ പ്രോജക്ട് അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 10:30 ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. ആന്റണി MPക്ക് പരോക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പാർട്ടിയുടെ സഹകരണ സ്ഥാപനം കട്ടുമുടിച്ചതിന്റെ പേരിൽ ഒരു ആരോപണവും കേട്ടിട്ടില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. പൊതുജീവിതത്തിൽ 1 രൂപയുടെ പോലും അഴിമതി ആരോപണം കേൾപ്പിച്ചിട്ടില്ലെന്നും K മുരളീധരൻ. 100 ന്യൂസ് പൂർത്തിയാവുന്നു.